എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പിൽ 3 കപ്പ് രായിപ്പൊടിയാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർക്കാൻ പോണത്. രണ്ടാമത്തെ കപ്പ് ഇതുപോലെ മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഏത് കപ്പാണോ എടുക്കണേ അതേ കപ്പിൽ ബാക്കിയുള്ള എല്ലാ അളവും എടുത്താൽ മതിയിട്ടാ. മൂന്നാമത്തെ കപ്പ് ഇതേ കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്ത് ഫസ്റ്റ് നമുക്ക് കുഴയ്ക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് കലക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം കലക്കിയെടുക്കാം. കട്ടകളില്ലാണ്ട് കലക്കി ഇത് മാറ്റി വെക്കാം. നമ്മൾ ആകിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തി വെക്കാം. 4 മണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്നും ഉലുവയാണ്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മട്ടരിയുടെ ചോറാണ് ചേർക്കണേ. ഈ അരി വേണമെന്നൊന്നുമില്ല, ഏത് അരിയാണോ ചോറ് വെക്കാൻ യൂസ് ചെയ്യണേ ആ ചോറ് യൂസ് ചെയ്യാട്ടോ. നമ്മൾ കലക്കി വെച്ചേക്കണേ രായ്മാവെന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ച് അരയ്ക്കേണ്ടതാണ്, ജാറിൽ ഫുള്ളായിട്ട് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ 2 തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ജാറ് കഴുകി അതും അതിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് ദോശമാവിൻ്റെ പാകത്തിനാണ് കലക്കി വെക്കുന്നത്. ഇതേ മാവ് ഇതേ സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ട. ഒരു മാവിൽ 3 റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ കുഴിപ്പണിയാരം ഉണ്ടാക്കില്ലേ, ഇതേ മാവിൽ കുറച്ച് സവോള കടുകൊക്കെ വറുത്തിട്ടിട്ട് കുറച്ച് സവോളയൊക്കെ ഇട്ടിട്ട് കുഴിപ്പണിയാരായിട്ട് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ മാവ് യൂസ് ചെയ്യാട്ടോ. ഇപ്പം നമ്മൾ ദോശമാവിൻ്റെ പാകത്തിനാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതാണ് മാവിൻ്റെ പാകം. ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂർ ഈ മാവ് പുളിക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാണ്. മാവ് നമ്മൾ പുളിക്കാൻ വെച്ചിട്ട് 8 മണിക്കൂറായി. നല്ലോണം പുളിച്ചു കിട്ടാം മാവ്. ഇതിപ്പോൾ നമ്മൾ അരി അരച്ച് വെക്കണ പോലെ വല്ലാണ്ട് പൊന്തി അങ്ങനെ ആവില്ല കേട്ടോ. രായിപ്പൊടി ആയ കാരണം ഇതുപോലെ പൊന്തി പുളിച്ച് കിട്ടുകയുള്ളൂ മാവ്. പിന്നെ അതുപോലെ ഞാൻ ഈ അരി അരയ്ക്കുമ്പോൾ ചോറ് ചേർത്തത് നിങ്ങൾക്ക് ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അവിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കല്ലൊന്ന് ചൂടാകുമ്പോൾ ലൈറ്റായിട്ട് എണ്ണ തൊട്ട് പെട്ടാം. അരിദോശ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ട. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് റെഡിയാവട്ടെ. അപ്പം ദോശയുടെ അടിഭാഗം റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അരിദോശയുടെ അതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും മാവ് ഇതുപോലെ അരച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത റെസിപ്പി ഉണ്ടാക്കാം. 3/4 കപ്പ് ചെറുപയറും 1 ടീസ്പൂൺ ഉലുവയും രണ്ടും കൂടി 2-3 പ്രാവശ്യം കഴുകി 1 മണിക്കൂർ നമുക്ക് കുതിർത്തി വയ്ക്കാം. 1 മണിക്കൂർ കുതിർത്തി വെച്ച പരിപ്പും ഉലുവയാണ്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ട് വരാം. കഴുകിയ പരിപ്പ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഏത് കപ്പിലാണോ ചെറുപയർ പരിപ്പ് എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് രാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാവ് മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്നെസ് വേണം കേട്ടോ ഈ മാവിന്. അതുപോലെ ഇത് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഒരു 4 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂറായി.
നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാണ്ട് തന്നെ മാവ് നല്ല പോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. നമ്മളത് കാരണം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യണത്. റെസ്റ്റ് ചെയ്യാണ്ടാകുമ്പോൾ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാനുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണ്ടേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെപ്പോഴും രാഗിമാവിൽ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റവ ചേർക്കും, അരിപ്പൊടി ചേർക്കും, പിന്നെ ചെറുപയർ ചേർത്തിട്ട് നമ്മൾ മിക്കവരും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ദോശയായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മാവ് കറക്റ്റ് പാകമായി. ഈ പാകമാണ് വേണ്ടത്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ദോശയുടെ മുകളിൽ വെക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി റെഡിയാക്കാനുണ്ട്. ചമ്മന്തി റെഡിയാക്കാനായിട്ട് 1 സവോള, 2 ചുവന്ന മുളക്, ചെറിയ കഷ്ണം പുളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചമ്മന്തി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി നമ്മളൊക്കെ പച്ചയ്ക്ക് സവോളയും തക്കാളിയൊക്കെ പച്ചയ്ക്ക് ഇട്ടാണ് ഒരു പച്ച ടേസ്റ്റ് വരും. അത് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചേക്കണ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. പച്ചമണം പോണ വരെ ഒന്ന് നമുക്ക് എണ്ണയിൽ കുക്ക് ചെയ്തെടുക്കാം. ചമ്മന്തിയിലെ പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. ദോശയുടെ മുകളിലിടാനായിട്ട് പകുതി സവോളയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പകുതി ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ദോശ നമുക്ക് 2 ടൈപ്പായിട്ട് ഉണ്ടാക്കാം. കനം കുറച്ചും ഉണ്ടാക്കാം, അതുപോലെ ഊത്തപ്പം പോലെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. 2 രീതിയിലും ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ എണ്ണ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ദോശയ്ക്ക് മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് കനം കുറഞ്ഞിട്ടുള്ള ദോശ റെഡിയാക്കാം. ഇതിൻ്റെ മുകളിൽ എണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ചമ്മന്തി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേച്ചാൽ മതി കേട്ടോ. തേക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചമ്മന്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 2 സൈഡ് ഇത് നല്ലോണം മുരിപ്പിച്ചെടുക്കാം. ഒരു സൈഡായി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കനം കുറച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. മൊരിഞ്ഞ ദോശ റെഡിയായി. ഇനി നമുക്ക് ഊത്തപ്പം പോലെ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഇത്തിരി എണ്ണ വരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ചമ്മന്തി പരത്താം. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചേക്കണ സവോള ഇട്ട് കൊടുക്കാം. പരട്ടിടാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ ഊത്തപ്പം ഒരെണ്ണം റെഡിയായി. അപ്പം നമ്മുടെ ഊത്തപ്പം റെഡിയായി. അടിപൊളി ടേസ്റ്റ് ആട്ടാ. രാഗിയും പരിപ്പും വെച്ചിട്ട് ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.